UAE ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. UAEയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. UAEയിൽ രാവിലെ അന്തരീക്ഷ താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. കിഴക്കൻ മേഖലകളിൽ താപനില 28 ഡിഗ്രി സെൽഷ്യസ് വരെയായി കുറഞ്ഞു. പകൽ സമയങ്ങളിൽ പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. കിഴക്കൻ പ്രദേശങ്ങളിൽ ഉച്ചയോടെ ചെറിയ രീതിയിൽ മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇത് ഈ മേഖലകളിൽ മൂടൽമഞ്ഞിനോ നേരിയ മൂടലിനോ കാരണമായേക്കാം. കാറ്റിന്റെ വേഗത കുറവായിരിക്കുമെങ്കിലും പകൽ സമയങ്ങളിൽ ചിലപ്പോൾ ശക്തമായേക്കാം. കടൽ പൊതുവെ ശാന്തമായതിനാൽ മത്സ്യബന്ധനത്തിനും മറ്റ് വിനോദങ്ങൾക്കും അനുകൂലമാണ്. തീരപ്രദേശങ്ങളിൽ 37 ഡിഗ്രി സെൽഷ്യസ് മുതൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉൾപ്രദേശങ്ങളിൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്ന താപനില അനുഭവപ്പെടും. കുറഞ്ഞ താപനില 39 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. മലയോര മേഖലകളിൽ 22 ഡിഗ്രി സെൽഷ്യസ് മുതൽ 33 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. അതേസമയം ഈ ആഴ്ച പൊതുവെ ചൂടുള്ള കാലാവസ്ഥ തുടരുമെന്നും ഇടയ്ക്കിടെ അന്തരീക്ഷ ഈർപ്പത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സൗദി അറേബ്യയിൽ ഗൂഗിൾ പേ സേവനത്തിന് ഔദ്യോഗിക തുടക്കം. രാജ്യത്ത് ഗൂഗിൾ പേ വഴി ഓൺലൈൻ ഇടപാടുകൾ വൈകാതെ നടത്താൻ സാധിക്കും. വരും ആഴ്ചകളിൽ രാജ്യമെമ്പാടും സേവനം ലഭ്യമാകുമെന്നാണ് ഗൂഗിൾ പേ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിൾ അധികൃതരും പങ്കെടുത്ത ചടങ്ങിലാണ് പ്രഖ്യാപനമുണ്ടായത്. ഡിജിറ്റൽ പേയ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി. സൗദി അറേബ്യയിലെ നാഷണൽ പേയ്മെന്റ് സിസ്റ്റം വഴിയാണ് ഗൂഗിൾ പേ പ്രവർത്തിക്കുക. വിഷൻ 2030 ലക്ഷ്യങ്ങളിലൊന്നാണ് സാമ്പത്തിക മേഖലയെ മെച്ചപ്പെടുത്തുക എന്നുള്ളതെന്നും അധികൃതർ പറഞ്ഞു. ഗൂഗിൾ പേയ്ക്ക് പുറമെ അലിപേ പേയ്മെന്റുകളും ഇനി രാജ്യത്ത് ലഭ്യമാകും. സൗദി സെൻട്രൽ ബാങ്ക് ഗവർണർ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചു. ഫിൻടെക് മേഖലയിൽ സൗദി അറേബ്യ വലിയ മുന്നേറ്റം നടത്തുകയാണെന്നും പറഞ്ഞു. 2026 അലിപേ പ്ലസ് പേയ്മെന്റുകൾ സ്വീകരിക്കാനും സാധിക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.